തൃക്കാക്കരയിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ പരാതിയിൽ രണ്ടാം ദിവസവും ചോദ്യം ചെയ്യലിന് ഹാജരായി റാപ്പർ വേടൻ. അന്വേഷണത്തോട് സഹകരിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് 2 ദിവസത്തെ ചോദ്യം ചെയ്യലിന് വേടൻ ഹാജരായത്. ഇന്നലെ 5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് വേടനെ വിട്ടയച്ചത്. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു. വിനയ, രണ്ടാം ദിവസവും വേടൻ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ട്. യുവ ഡോക്ടറുടെ ബലാത്സംഗ പരാതിയിലാണ് രണ്ടാം ദിവസവും ചോദ്യം ചെയ്യലിന് വേടൻ ഹാജരായിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ 5.5 മണിക്കൂറോളമായിരുന്നു വേടനെ തൃക്കാക്കര പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം 2 ദിവസം, അതായത് 9, 10 തീയതികളിലായി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നായിരുന്നു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് പിന്നീട് ഇന്നലെ വേടൻ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യാൻ ഹാജരായിട്ടുണ്ടായിരുന്നത്. ഏകദേശം 5.5 മണിക്കൂറോളമാണ് ആ ചോദ്യം ചെയ്യൽ നീണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ ഹൈക്കോടതി നിർദ്ദേശമുണ്ട് വേടൻ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ എപ്പോൾ വിളിച്ചാലും വേടൻ ഹാജരാകേണ്ടതുണ്ട്. അതിന് മുന്നോടിയായി തന്നെയാണ് ഇന്നും പോലീസ് സ്റ്റേഷനിൽ ഹാജരായിരിക്കുന്നത്. പ്രത്യേകമായ ചോദ്യാവലി അടക്കം തന്നെ തയ്യാറാക്കിക്കൊണ്ടാണ് പോലീസ് വേടനെ ചോദ്യം ചെയ്യുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. യുവ ഡോക്ടർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വേടനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. യുവ ഡോക്ടർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 2021 മുതൽ 2023 വരെ പല സ്ഥലങ്ങളിലായി തന്നെ 5 തവണ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നായിരുന്നു യുവ ഡോക്ടർ പോലീസിന് നൽകിയ മൊഴി എന്ന് പറയുന്നത്. ഇനി ഈ യുവ ഡോക്ടറുടെ രഹസ്യ മൊഴി അടക്കം പോലീസ് എടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ മൊഴി എടുക്കുകയാണെങ്കിൽ അത് കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് തുടർ നടപടികളടക്കം തന്നെ സ്വീകരിക്കുക. വേടന് നേരത്തെ തന്നെ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയിട്ടുണ്ടായിരുന്നു. ഈ മുൻകൂർ ജാമ്യത്തിലടക്കം പ്രധാനമായും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് വേടനെ ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ കൂടി ജാമ്യത്തിൽ വിട്ടയക്കണമെന്നൊരു നിർദ്ദേശമായിരുന്നു ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയാലും വേടനെ വിട്ടയക്കും. വേടനെ അറസ്റ്റ് ചെയ്ത് വെക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ട്. കൂടാതെ തന്നെ യുവ ഡോക്ടർ മറ്റൊരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നത് സാമ്പത്തിക നഷ്ടമുണ്ടാക്കി ഏകദേശം 31,000 രൂപ താൻ വേടന് പല തവണയായി പ്രോഗ്രാമിന് ടിക്കറ്റ് എടുക്കുന്നതിന് മറ്റുമായി നൽകിയിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ കാര്യങ്ങളടക്കം വേടൻ നിഷേധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിൽ പ്രധാനമായും വേടൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഈ പരാതി നൽകിയ യുവ ഡോക്ടർ തന്നെ മുൻപേ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പണം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. എന്നാൽ അത് നൽകാത്ത പക്ഷമായിരുന്നു ഈ ഒരു പരാതിയുമായി, ഈ ഒരു ബലാത്സംഗ പരാതിയുമായി യുവ ഡോക്ടർ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നതെന്നാണ് ഈ നൽകിയ ഒരു മൊഴി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേടൻ പ്രധാനമായും ഈ മുൻകൂർ ജാമ്യത്തിലടക്കം തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. നിലവിൽ എന്തായാലും ഇപ്പോൾ 2ാം ദിവസവും പോലീസ് സ്റ്റേഷനിലേക്ക് വേടൻ ചോദ്യം ചെയ്യലിനായി ഹാജരായിട്ടുണ്ട്. ശരി. തൃക്കാക്കരയിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ പരാതിയിൽ 2ാം ദിവസവും ചോദ്യം ചെയ്യലിന് ഹാജരായി റാപ്പർ വേടൻ. അന്വേഷണത്തോട് സഹകരിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് 2 ദിവസത്തെ ചോദ്യം ചെയ്യലിന് വേടൻ ഹാജരായത്. ഇന്നലെ 5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് വേടനെ വിട്ടയച്ചത്. വിനയ രാജാണ് വിവരങ്ങൾ നൽകിയത്.